ഇവിടെ ഇപ്പോൾ ശ്രീ പൊടിപ്പാറ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയിൽ സംസാരിച്ചു വന്നാൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയത്തിൻ്റെയും തോൽവിയുടെയും നിരവധിയായ കാരണങ്ങളുണ്ടാകാം. അതിൻ്റെ വളരെ വളരെ വിശദമായൊരു തലത്തിലൂടെയാണ് ശ്രീ പൊടിപ്പാറ മുന്നോട്ട് പോയത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസും യു ഡി എഫുമായി ബന്ധപ്പെട്ട അവിടെ സംഘടനാ ദൗർബല്യമുണ്ട് എന്നുള്ളത് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്. അവിടെ സിറ്റിംഗ് എം പിയായ പ്രതാപൻ മാറിയിട്ടാണ് മുരളീധരൻ വരുന്നത്. ഈ വിഷയങ്ങൾ സംഘടനാ ദൗർബല്യം നിൽക്കുന്നു. അതുപോലെ സുരേഷ് ഗോപിക്ക് അധികമായി ഇങ്ങനെ കോൺഗ്രസ് വോട്ടുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻപിൽ നിന്ന് സംഘടനയെ, യു ഡി എഫിനെ, കോൺഗ്രസിനെ നയിക്കേണ്ട ആളുകളിൽപ്പെട്ട ആളുകളാണ് ടി എൻ പ്രതാപനാവട്ടെ, അല്ലെങ്കിൽ ഡി സി പ്രസിഡൻ്റായിരുന്ന വള്ളൂരാവട്ടെ, അതുപോലെ അനിലക്കരയാവട്ടെ, അതുപോലെ തന്നെ എം പി വിൻസൻ, ഇവരെല്ലാവരും. പക്ഷേ ആ സംഘടനാ ദൗർബല്യമെല്ലാം അതുപോലെ തന്നെ അവിടെ തുടർന്നു. ടി എൻ പ്രതാപൻ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു കൊടുത്തതിനപ്പുറത്തെ, നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ എത്രമാത്രം സജീവമായി ഇടപെട്ടു എന്ന വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇതാകെ പരിശോധിക്കാനാണ്, അത്തരം സംഘടനാപരമായ കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഒരു KPCC സംവിധാനം മുന്നോട്ട് പോയത് KC ജോസഫിലൂടെ. അതെവിടെ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലുള്ളത്. കെ മുരളീധരൻ തുടർച്ചയായി രേഖപ്പെടുത്തുന്ന അവിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണോ? തീർച്ചയായും. നോക്കൂ, ഇവിടെ പൊടിപ്പാറ സാർ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ BJPയിലേക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം ആ വാദം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളുമുണ്ട്. പക്ഷേ കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? നോക്കൂ, കേരളത്തിലെ ഒരു പ്രത്യേകത, നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ പൊതുവെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 ശേഷം 2014 ഒക്കെ നമ്മൾ കണ്ട ഒരു തരംഗമുണ്ട്. കാര്യം നരേന്ദ്രമോദിയെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ സംസ്ഥാനം ഒരുമിച്ച് വോട്ട് ചെയ്യുന്നുള്ള പാറ്റേൺ ആണ് കാണുന്നത്. ആ പാറ്റേൺ സത്യത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഒരിക്കലും അത് കാണാറുമില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ആ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നടക്കുന്നത്. ആ പാറ്റേണിൽ സത്യത്തിൽ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തല്ലേ തൃശ്ശൂർ ഇലക്ഷന് BJPക്ക് വിക്ടറി ഉണ്ടാകുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ 80,000-ലധികം കുറയുകയും ചെയ്തു. 80,000-ലധികം വോട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിന് അവിടെ കുറഞ്ഞു. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുക ചെയ്തത്. ഇപ്പോൾ കുറച്ച് പേര് CPMൻ്റെ വോട്ടുകൾ BJPക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ CPIM-നും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റിനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ വോട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ വോട്ട് വർധനവ അവിടെ കോൺഗ്രസ് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ CPIയുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുന്ന വഴി 10 CPM-കാർ, അടിയുറച്ച CPM-കാർ അപ്പുറത്ത് വോട്ട് ചെയ്താൽ പോലും ആ ബാലൻസിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. സത്യത്തിൽ ആ ബാലൻസിങ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടോ? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുന്ന വോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ എടുത്താൽ പോലും, ഞാൻ അങ്ങനെ പൂർണ്ണമായി എടുത്ത അർത്ഥത്തിലല്ല, അദ്ദേഹത്തിൻ്റെ വാദം എടുത്ത് ഞാൻ മുന്നോട്ട് വെച്ച് ഞാൻ പറയുന്നേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പോസ്റ്റർ വരെ അടിച്ച ശേഷം, പ്രചരണം തുടങ്ങിയ ആദ്യ റൗണ്ട് കഴിഞ്ഞ ശേഷമാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പം തൃശ്ശൂരെ നേതൃത്വം ഈ പറയുന്ന ആൾക്കാർ അംഗീകരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ആ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളെക്കുറിച്ച് അറിയാത്തവരായിരുന്നോ ഇവർ? കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരാണോ? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇവിടെ മുരളിയെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാൻ ചെയ്തു. മുരളിയെ പ്ലാൻ ചെയ്യുന്ന തിയറിക്കകത്ത് ഷാഫി പറമ്പിലിനെ കേരളത്തിൽ നിന്ന് പുറത്താക്കണം, പുറത്തേക്ക് അദ്ദേഹം പോകണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഉയർന്നു വരുന്നത് ഇവർക്കൊക്കെ അപകടമാണെന്നും പറഞ്ഞൊരു വാദം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഷാഫിയെ മേളോട്ട് വിടാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ത് എന്നുള്ള ചോദ്യത്തിന് വടകര എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ചെയ്തു എന്നുള്ളൊരു നറേറ്റീവ് തന്നെയുണ്ട്. ഞാൻ ആ നറേറ്റീവ് പിടിക്കുന്നില്ല, പക്ഷേ ആ നറേറ്റീവ് ഇവിടെ ബാലൻസിംഗിന്റെ നിശ്ചയമായി കൂടി അങ്ങനെയാണ് അവിടെ വരിക കൂടി ചെയ്തത്. ലാലു പറഞ്ഞതുപോലെ അല്ല, കമ്മ്യൂണൽ ബാലൻസിംഗ് എന്ന് പറയുന്നത്, നോക്കൂ, കമ്മ്യൂണൽ ബാലൻസിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ. അങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ കൂടി അല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ, എനിക്കതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അവർ വടകരയിലേക്ക് പോകുന്നു. വടകരയിലേക്ക് പോയി
ഷാഫിയെ പാലക്കാട് എടുത്തിയാൽ പോരായിരുന്നോ? അപ്പോൾ ശ്രീകണ്ഠൻ അവിടെ ഉണ്ട്. സിറ്റിംഗ് സീറ്റിൽ നിൽക്കുന്ന ആൾ നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രതാപനും നിൽക്കണ്ടേ തൃശ്ശൂർ? അപ്പം ഞാനതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന വാദം ഇത്രേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് വ്യക്തമായ പടലപ്പിണക്കം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന മുരളീധരൻ വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഒരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്ത ശേഷം അദ്ദേഹത്തിനെ വിഡ്രോ ചെയ്യുന്നത് അത് CPM-ലാണെങ്കിൽ ചിലപ്പം നടന്നിരിക്കും. കാര്യം കേഡർ മൊത്തത്തിൽ ഈ പറയുന്ന മാറ്റം പാർട്ടി മേളിൽ നിന്ന് പറഞ്ഞാൽ ഉടനെ താഴെ അംഗീകരിക്കാൻ പറ്റുമായിരിക്കും. കോൺഗ്രസ്സിൽ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടോ എന്ന് കോൺഗ്രസുമായിട്ട് എന്തേലും ഒരു ബന്ധം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ദിവസം അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് അപകടകരമായ ഒരു തീരുമാനമാണ്. ആ അപകടകരമായ തീരുമാനത്തിനനുസരിച്ചുള്ള റിസൾട്ടാണ് വന്നത്. കോൺഗ്രസ്സുകാർ ഒന്നടക്കം വോട്ട് ചെയ്ത് BJPക്ക് കൊടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കേട്ടില്ലായിരുന്നോ, നമ്മുടെ ഭക്തരെല്ലാം അപ്പുറത്ത് വോട്ട് ചെയ്തു. അതെന്നാ ഇപ്പുറത്ത് നിന്നവർക്ക് ആർക്കും എന്നാ വോട്ട് ചെയ്യേണ്ടാഞ്ഞ്? ഇപ്പുറത്ത് നിന്നവരാരും എന്നാ വോട്ട് ചെയ്യാഞ്ഞത്? അപ്പൊ അപ്പുറത്തോട്ട് പോകാഞ്ഞത്? ഒരു രക്ഷകനായി സുരേഷ് ഗോപിയെ കണ്ടു എന്നാണ് പറഞ്ഞത്. രക്ഷകനായി സുരേഷ് ഗോപിയെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, രക്ഷകനായിട്ട് കോൺഗ്രസ്സുകാർ, അതാണ് അവിടുത്തെ പ്രശ്നം. എൻ്റെ പ്രശ്നം അതാണ്. അതിനകത്ത് ഏറ്റവും അപകടകരമായ പൊളിറ്റിക്സ് ഒളിഞ്ഞിരിക്കുന്ന അവിടെയാണ്. രക്ഷകനായി സുരേഷ് ഗോപിയെ കണ്ടു ആര്? ഈ 80,000 കോൺഗ്രസ്സുകാർ അല്ലേ? അങ്ങനല്ലേ വേണം നമ്മൾ അതിനെ വിലയിരുത്താൻ. കോൺഗ്രസ്സിലുള്ള വോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടേമോയിൽ ഉണ്ടായ ഒരു സമയത്ത് നിങ്ങൾക്ക് രക്ഷകനായി സുരേഷ് ഗോപിയെ കാണുകയും VD സതീശനെയും VD സതീശൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പോലും ഉയർത്തിപ്പിടിക്കുന്നവരെ കാണാതിരിക്കുകയും ചെയ്തത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇതൊരു ചെറിയ കാര്യമല്ല. നോക്കൂ, പ്രതാപൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. പ്രതാപനുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഇതൊന്നുമില്ല. പ്രതാപനോട് ഇവർ കാണിച്ചത് നീതികേടാണ്. കാര്യം പ്രതാപനോട് മൊത്തം പേർക്കും സീറ്റ് കൊടുത്തിട്ട് ശേഷം ഈ ഇലയിട്ടിട്ട് അദ്ദേഹത്തിനും ഇലയിട്ടിട്ട് ചോറില്ല മാറ്റുകയോ ഇല പോലും ഇല്ല, പശു തിന്ന പോലത്തെ അവസ്ഥയായി പോയി പ്രതാപന്. അതല്ലേ സംഭവിച്ചത്? പ്രതാപൻ മാറി നിന്നു. പ്രതാപൻ മാറി നിന്ന് കഴിഞ്ഞാൽ പ്രതാപൻ മാറിയാൽ പ്രതാപൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അതുപോലെ മാറണമെന്ന് പറയുന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്നുണ്ടോ? അദ്ദേഹം മുഖത്തൊക്കെ നല്ല രീതിയിൽ വിയർപ്പ് തൂത്തു കൊടുത്തു, 1-2 ഉമ്മയും കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 1-2 ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു ഈ പറയുന്ന മുരളീധരന്. പക്ഷെ ഉമ്മ മാത്രം മിച്ചം, കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. നോക്കൂ, സംഘടനാപരമായ വീക്ക്നെസ്സിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ശരത്തേട്ടൻ ആലോചിക്കേണ്ട വിഷയമാണ്. ശരത്തേട്ടൻ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ പൊതുവെ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. സംഘടനാപരമായി കോൺഗ്രസ് ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന സ്ഥലം തൃശ്ശൂരാണോ? ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ജില്ല നമുക്ക് വേറെ പറയാൻ പറ്റും? സംഘടനാപരമായി വീക്കായിട്ട് നിൽക്കുന്ന എത്ര ജില്ല പറയാൻ പറ്റും? ആ ജില്ലകളിൽ പോലും ഈ തരംഗത്തിൽ ജയിച്ചപ്പം തൃശ്ശൂർ ജയിക്കാൻ പറ്റിയില്ല. അപ്പം ഇവിടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കോൺഗ്രസ്സുകാർ ഒരു നല്ല ശതമാനം ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അപ്രീഷിയബിൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എവിടെ നടന്നു എന്നുള്ള ചോദ്യം അത് കൃത്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി പാർലമെന്റിൽ എത്താനുള്ള ഈ രൂപത്തിലെത്തില്ല. നോക്കൂ, ഇപ്പം പടിപ്പാർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടുതൽ വോട്ട് ചേർത്തു, ഇതൊക്കെ ശരിയാണ്. കോൺഗ്രസ് നന്നായിട്ട് മത്സരിച്ചു വരുന്നെങ്കിൽ, കോൺഗ്രസിൻ്റെ വോട്ട് കൃത്യമായി കോൺഗ്രസിൻ്റെ പാളയത്തിൽ വീണു വരുന്നെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ ആൾക്കാർ വോട്ട് ചെയ്ത് ചിലപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്ന് അതും വേണം ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് ഈ ഭൂരിപക്ഷത്തിലാകത്തില്ലായിരുന്നു. ഒരു 5000 വോട്ടിനോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ജയിച്ചു എന്ന് പറയുന്ന ഒരു ന്യായം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും, നിങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസിനെ ഞാൻ ഉദ്ദേശിച്ചത്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയ വീഴ്ചയാണ് ഇത്. പലപ്പോഴും ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എപ്പോൾ കോൺഗ്രസ് വീക്കായോ അവിടെ BJP ജയിച്ചിട്ടുണ്ട്. നമ്മൾ വ്യക്തമായി ഈ കാര്യം നേമത്ത് കണ്ടതാണ്. നേമത്തെ രാഷ്ട്രീയം കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 പ്രാവശ്യമേ തെരഞ്ഞെടുത്ത് BJPയുടെ ചിഹ്നത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. എപ്പോഴാണ്? ഒന്ന് O രാജഗോപാലാണ്. O രാജഗോപാൽ എങ്ങനെ ജയിച്ചു? കോൺഗ്രസിൻ്റെ വോട്ട് UDFൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. അപ്പം BJP ജയിച്ചു. അതേപോലെ തന്നെ അതേ പാറ്റേണിലാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂരിലെ കാര്യം നടന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ശരി.